നമസ്കാരം. ഭാരത പൈതൃകത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ അവസാനം കഴിഞ്ഞ ഭാഗത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്കന്ദപുരാണത്തിൻ്റെ ദക്ഷകാണ്ഡം എന്ന് പറയുന്ന ഭാഗത്ത് അവസാനം നമ്മൾ ചർച്ച ചെയ്തത്, പറഞ്ഞതുപോലെ മഹാദേവനും മഹാദേവിയും തമ്മിലുണ്ടായ ഒരു തർക്കവും അതിനെ തുടർന്ന് സാക്ഷാൽ മഹാദേവൻ അല്ലെങ്കിൽ പരബ്രഹ്മം ഈ ജഗത്തിനെ മൊത്തവും തന്നിലേക്ക് ലയിപ്പിച്ചതും പിന്നീട് അതിൽ മനം നൊന്ത് സാക്ഷാൽ ഭഗവതി ക്ഷമ ചോദിക്കുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്ന ഭാഗമാണ്. അങ്ങനെ ഈ പറയുന്ന ബ്രഹ്മ, വിഷ്ണു, രുദ്രന്മാരെല്ലാം തന്നെ വീണ്ടും പഴയ പടിയാവുകയും പ്രപഞ്ചം പഴയപടിയാവുകയും ചെയ്യുന്നു. അന്നേരം അവരെല്ലാം തന്നെ സാക്ഷാൽ മഹാദേവനെ അല്ലെ പരബ്രഹ്മത്തെ സ്തുതിക്കുന്ന ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അങ്ങനെ ഉടൻ തന്നെ വിഷ്ണു, ബ്രഹ്മാവ് മുതലായ ദേവന്മാർ എല്ലാവരും സ്വാത്മബുദ്ധി നേടിയവരായി ഭഗവാൻ പരമശിവൻ്റെ ആജ്ഞപ്രകാരം സർവ്വജീവാത്മാക്കളോടുകൂടി എണീറ്റു. ബ്രാഹ്മണരെ ആദിത്യ ചന്ദ്രാദി ജ്യോതിസുകളും വേഗം പ്രജ്ഞലരായി സ്വരൂപമായ അന്ധകാരമില്ലാതായി ജഗത്തിൽ പ്രകാശം പരന്നു. അനന്തരം ആ ദേവന്മാരെല്ലാം ദേവദേവനും ഭഗവാൻ ശൂലപാണിയുമായ പരമശിവൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി പരിശുദ്ധമായി പൂജ നിർവഹിച്ചു. ഭഗവാൻ അന്തർദാനം ചെയ്യുന്നതിന് മുമ്പ് ഏകാദശ രുദ്രന്മാരെ വീക്ഷിച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലും അപേക്ഷയുണ്ടെങ്കിൽ ഞാൻ വേഗം അത് സഫലീകരിക്കാമെന്ന് കൃപാപൂർവം കൽപ്പിച്ചപ്പോൾ ആ രുദ്രന്മാർ ഭക്തവത്സലനോട് ഇപ്രകാരം: യാതൊരു നരൻ ഭവാനെ നിശയിൽ അർച്ചിക്കുന്നുവോ അവർക്ക് ശിവരാത്രി ഫലം ലഭ്യമാകട്ടെ എന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ പറഞ്ഞതുപോലെ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ബ്രഹ്മ, വിഷ്ണു, രുദ്രന്മാരെല്ലാം പുനർജീവിക്കുകയും അങ്ങനെ ഇതിൽ സംപ്രീതരായിട്ടുള്ള ഏകാദശ രുദ്രന്മാരോട് ഭഗവാൻ ചോദിക്കുകയാണ്. ഏകാദശ രുദ്രന്മാരുടെയും അതേപോലെ വിഷ്ണു ബ്രഹ്മാദികളുടെയും സ്തുതിയിൽ പ്രസന്നനായിട്ടുള്ള മഹാദേവൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വരങ്ങൾ വേണമെങ്കിൽ ചോദിച്ചോളാൻ പറയുന്നു. അങ്ങനെ ഏകാദശ രുദ്രന്മാർ പറയുന്നു, ആരെല്ലാമാണോ സാക്ഷാൽ മഹാദേവനെ അല്ലെങ്കിൽ പരമേശ്വരനെ അല്ലെ പരമാത്മാവിനെ രാത്രികാലങ്ങളിൽ യജിക്കുന്നത് അല്ലെങ്കിൽ പൂജിക്കുന്നത് അവർക്ക് ശിവരാത്രിയിൽ ഉണ്ടാകുന്ന അതേ ഫലം നൽകണമേ എന്ന് സാക്ഷാൽ മഹാദേവനോട് അല്ലെങ്കിൽ ഈ പറയുന്ന ശിവഭക്തർക്ക് നൽകണമെന്ന് ഏകാദശ രുദ്രന്മാർ ആവശ്യപ്പെടുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ മഹാദേവൻ അന്തർദാനം ചെയ്യുന്നു. അവിടെ തന്നെ അന്തർദാനവും ചെയ്തപ്പോൾ രുദ്രന്മാർ സ്വധാമം പ്രാപിച്ചു. അങ്ങനെ ഏകാദശ രുദ്രന്മാർ അവരുടെ സ്ഥലങ്ങളിലേക്ക് യാത്രയായി. അനന്തരം വിഷ്ണു മുതലായ ദേവന്മാർ ഉത്തമ പർവ്വതമായ കൈലാസത്തിലെത്തി പിനാകധാരിയായ ഭഗവാൻ മഹാദേവനെ അവിടെ ദർശിച്ച് പ്രണാമങ്ങൾ അർപ്പിച്ച് പൂർണ്ണഭക്തിയോടെ ഇപ്രകാരമുള്ള വചനങ്ങൾ ഉണർത്തിച്ചു. അങ്ങനെ മഹാവിഷ്ണുവും അതേപോലെ തന്നെ ബ്രഹ്മദേവനും പിന്നീട് സാക്ഷാൽ കൈലാസത്തിൽ എത്തിച്ചേരുകയും മഹാദേവനെ കാണുകയും ചെയ്യുന്നു. അങ്ങനെ പൂർണ്ണഭക്തിയോടെ മഹാദേവനെ സ്തുതിക്കുന്നു. അല്ലയോ ഭഗവാനെ, സ്വാമി ഇത്രയും കാലം ജഗത്ത് അന്ധകാരത്തിൽ മഗ്നനായി കിടന്നപ്പോൾ ഞങ്ങളുടെ ക്രിയകളെല്ലാം ഞങ്ങളാൽ ഉപേക്ഷിതമായി പോയി. അതിൻ്റെ ശ്രേഷ്ഠമായ പ്രായശ്ചിത്തം ഭഗവാൻ കൽപ്പിച്ചാൽ ഞങ്ങൾ ആചരിക്കാം. അന്നേരം അവർ പറയുന്നു, ഭഗവാൻ ഇത്തരത്തിൽ ജഗത്തിനെ മുഴുവൻ അങ്ങയിൽ തന്നെ അന്തർലീനമാക്കിയപ്പോൾ ഞങ്ങളുടെ കർത്തവ്യങ്ങൾ ഞങ്ങൾക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. അതിനെന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ടോ എന്ന് ഈ പറഞ്ഞതുപോലെ ബ്രഹ്മാവും വിഷ്ണുദേവനും ചോദിക്കുന്നു. ഭൂതവും ഭവ്യവും ഭാവിയും എല്ലാം അറിയുന്ന സർവജ്ഞനായ പരമശിവൻ വിഷ്ണുവാദി ദേവന്മാരുടെ വചനം ശ്രവിച്ച് പുഞ്ചിരി തൂകി അഭിമാനത്താൽ ഗൗരിയാൽ ചെയ്യപ്പെട്ടതിനാലാണ് ഈ ജഗത്ത് അന്ധകാരവൃതമായത്. അന്നേരം ഈ പറയുന്നത് പോലെ ഗൗരിയും ഞാനും തമ്മിലുള്ള ഒരു ലീലയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ജഗത്തെല്ലാം അന്ധകാരലീനമായി തീർന്നതെന്ന് മഹാദേവൻ അവർക്ക് ഉപദേശം നൽകുന്നു. ഇതിൽ ത്വക്തക്രിയരായതാൽ നിങ്ങൾക്ക് യാതൊരു ദോഷവും എൻ്റെ ആജ്ഞയാൽ ഇല്ല. ഇപ്പോൾ മുതൽ നിങ്ങൾ ദേവന്മാർ നിങ്ങളുടെ നിത്യകർമ്മത്തിൽ ഏർപ്പെട്ടാലും എന്ന് ആജ്ഞാപിച്ച് ഭഗവാൻ ശങ്കരൻ
അവരെ പറഞ്ഞയച്ചു. അങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ലീലയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യങ്ങൾ യഥാവിധി നിർവഹിച്ചോളൂ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രായശ്ചിത്തവും ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല എന്ന് സാക്ഷാൽ മഹാദേവൻ അവർക്ക് ഉറപ്പ് നൽകുന്നു. അവരാകട്ടെ ശിവജ്ഞാനവർത്തികളായി സാമോദം തങ്ങളുടെ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. അനന്തരം ഗൗരീദേവി മുഴുത്ത സംഭ്രമത്തോടെ എണ്ണീറ്റ് അഞ്ജലിഹസ്തയായി ഭഗവാൻ മഹാദേവനെ പ്രണമിച്ച് തികച്ചും ശരണാഗതയായി സവിനയം മുഖം കുനിച്ച് പ്രകാരം പറഞ്ഞു: ജഗത്തിൻ്റെ പ്രഭുവും സർവജ്ഞനും ദേവദേവേശനുമായ ഭഗവാനെ, ദയാനിധി, എൻ്റെ സ്വാമി, എൻ്റെ അപരാധം എപ്രകാരം ഇല്ലാതാക്കണമെന്ന് ഭഗവാൻ കൽപ്പിച്ചാലും. അത്ഭുതചരിതമായ ദേവിയാൽ ഇപ്രകാരം ചോദിക്കപ്പെട്ടപ്പോൾ മഹാദേവൻ മന്ദസ്മിതം തുളുമ്പുന്ന മുഖകമലത്തോടെ മേഘഗംഭീര വാക്കുകളാൽ പറഞ്ഞു: മത്സമീപം വർത്തിക്കുന്നതിലാണ് നിനക്ക് മഹാത്മ്യം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ മുമ്പിൽ ഭവതി അഭിമാനം നടിച്ചു പറഞ്ഞുവല്ലോ. ആ ദോഷം കൊണ്ടാണ് ലോകം നിശ്ചയം അന്ധകാരാവൃതമായത്. ആ പാപത്തിന് ഭവതി പ്രായശ്ചിത്തമനുഷ്ഠിച്ചാൽ ഭവതി കൃപയുള്ളവളും സർവ്വലോകത്തിൻ്റെയും ജനനിയുമാണ്. ഇപ്രകാരമുള്ള മഹാദേവ വചനം ശ്രവിച്ച ഗൗരീദേവി തപസ്സനുഷ്ഠിക്കാനുള്ള സ്ഥാനം നിർദ്ദേശിക്കാൻ അർത്ഥിച്ചു. യമൻ്റെ സഹോദരിയും പുണ്യവതിയുമായ കാളിന്തി നദി പ്രസിദ്ധയും ശുഭയുമാണ്. കാളന്തിയിലെ കമലവനത്തിൽ ശുഭമായ പത്മപത്രത്തിൽ ശംഖാകൃതം പൂണ്ട ശിവേ ഭവതി തപസ്സനുഷ്ഠിച്ചാൽ. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഭഗവതിക്ക് തൻ്റെ തെറ്റ് ബോധ്യപ്പെട്ടു. അല്ലെങ്കിൽ ഗൗരി എന്ന രൂപത്തോടുകൂടി ശിവനിൽ തന്നെ വർത്തിക്കുന്നവളാണ് മഹാദേവി അല്ലെങ്കിൽ പരാശക്തി എന്ന് പറയുന്നത്. ഉടനെ മഹാദേവി സാക്ഷാൽ പരമേശ്വരനോട് ചോദിച്ചു, അന്നേരം എൻ്റെ കുറ്റം കൊണ്ടാണല്ലോ ഇപ്രകാരം സംഭവിച്ചത്. അല്ലെങ്കിൽ അതിന് കാരണമായിട്ട് സാക്ഷാൽ മഹാദേവൻ പറയുന്നുണ്ട്, നീ നിൻ്റെ അഹങ്കാര ജടിലമായ ഒരു കാര്യം കൊണ്ടാണ് ഇങ്ങനെ ഇപ്രകാരം സംഭവിച്ചത്. അന്നേരം മഹാദേവി ചോദിക്കുന്നു, ഞാൻ ഇതിന് എന്തെങ്കിലും പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ മഹാദേവൻ പറയുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭാഗം തന്നെയാണ് നീ, അല്ലെങ്കിൽ ഞാനും നീയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒന്നിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്. സകല ജഗത്തിൻ്റെ മാതാവ് നീയാണ്. അപ്പോൾ ഇതിന് പ്രായശ്ചിത്തമായിട്ട് പറയുന്നുണ്ട്, തപസ്സനുഷ്ഠിക്കണം. അന്നേരം അതിന് വേണ്ട ഒരു സ്ഥലം അങ്ങ് നിശ്ചയിച്ചു തരാൻ മഹാദേവനോട് ആവശ്യപ്പെടുന്നുണ്ട്. യമൻ്റെ സഹോദരിയും പുണ്യവതിയുമായ കാളിന്തി നദി പ്രസിദ്ധയും ശുഭയുമാണ്. അന്നേരം നമുക്കറിയാം, യമൻ്റെ സഹോദരിയാണ് യമി എന്നറിയപ്പെടുന്ന നമ്മുടെ കാളിന്തി ദേവി. അന്നേരം കാളിന്തി ദേവിയുടെ തീരത്ത് പോയി തപസ്സനുഷ്ഠിക്കാനാണ് മഹാദേവൻ പറയുന്നത്. അന്നേരം ഒരു ശംഖിൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന മഹാദേവി അവിടെ തപസ് തുടരുന്നു. ആ കാര്യങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കണം, സൂര്യൻ്റെ പുത്രന്മാരാണ് യമനും അതേപോലെ തന്നെ ശനീശ്വരനും. അല്ലെങ്കിൽ ഈ പറയുന്ന സൂര്യദേവൻ്റെ തന്നെ മകളാണ് കാളിന്തി ദേവി എന്നും മനസ്സിലാക്കണം പുരാണങ്ങളിൽ. അത് ആ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ഈ കഥയ്ക്ക് വലിയ പ്രാധാന്യമില്ല, ഇതിനകത്തുള്ള അന്തരാർത്ഥം മാത്രം നമ്മൾ എടുത്താൽ മതി. സൂര്യൻ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം തന്നെ ജ്യോതിസാണല്ലേ, നമ്മൾക്ക് എല്ലാം ശക്തി തരുന്ന കാര്യമാണ് ഏതെന്ന് പറയുന്നത്, സൂര്യൻ എന്ന് പറയുന്നത്. അന്നേരം സൂര്യൻ്റെ തന്നെ മക്കളായിട്ടാണ് ഇവിടെ ആരെ പറയുന്നത്, യമനെ. അല്ലെ മരണവും മനുഷ്യനിൽ ജീവൻ്റെ ഉത്ഭവവും മരണത്തെയുമാണ് ഈ പറയുന്ന സൂര്യനും യമനും കാണിക്കുന്നത്. അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെ ജീവൻ നിലനിൽക്കുന്നതിനാവശ്യമായ ജലം എന്ന് പറയുന്നത് യമുനയായിട്ടും നമ്മൾ എടുത്തിരുന്നാൽ മതി. അങ്ങനെ ഈ പറഞ്ഞതുപോലെ മഹാദേവി ഒരു ശംഖിൻ്റെ രൂപത്തിൽ ഈ സ്ഥലത്ത് തപസ് ആരംഭിക്കുന്നു. അപ്പോൾ ദക്ഷപ്രജാപതി ഭവതി സമീപം വന്ന് ആ ശംഖം ഗ്രഹിക്കും. അങ്ങനെ ദക്ഷപ്രജാപതി ഈ സമയം ഇവിടെ എത്തുന്നു. ആ ശംഖം ഗ്രഹിക്കുമ്പോൾ സർവാവയവ സുന്ദരിയായ ഭവതിയെ സ്വീകരിച്ച് ദക്ഷൻ പരമസന്തുഷ്ടനായിട്ട് വളർത്തും എന്ന് മഹാദേവൻ ദേവിക്ക് ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെ നീ അവിടെ പോയി തപസ് ചെയ്യുക, അങ്ങനെ നിനക്ക് പുതിയൊരു രൂപം സൃഷ്ടിക്കും. എപ്രകാരമാണോ മഹാലക്ഷ്മിയും സരസ്വതിയും ഇരിക്കുന്നത്, അതേപോലെ എന്നിൽ നിന്ന് ഭിന്നമായി മറ്റൊരു രൂപത്തിൽ നീ അറിയപ്പെടും എന്ന് ദേവിയെ അനുഗ്രഹിക്കുന്നു.
അങ്ങനെ സമയമാകുമ്പോൾ നമ്മുടെ വിവാഹം നടക്കുമെന്നും മഹാദേവൻ അരുളി ചെയ്യുന്നു. അങ്ങനെ ശംഖിൻ്റെ രൂപത്തിൽ അവിടെ മഹാദേവി തപസ് ചെയ്യുന്നു. ഭഗവാൻ പരമേശ്വരിയോട് ഇപ്രകാരം പറഞ്ഞ് പ്രേരിപ്പിച്ച് അയച്ചു. അപ്രകാരമാകട്ടെ എന്ന് പറഞ്ഞ് ഗൗരിയും വേഗം കാളന്തി നദിയിലെത്തി. എന്നിട്ട് താമരപ്പൊയ്കയിൽ ഒരു താമര ഇലയിൽ അത്ഭുതകരമായ ശംഖരൂപം ധരിച്ച് ദൃഢബുദ്ധിയോടെ പരമേശ്വരനെ ഉദ്ദേശിച്ച് തപസ്സിൽ മുഴുകി. അങ്ങനെ പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് കഠിനമായ തപസ്സിൽ ആര് മുഴുകി? ഗൗരി ഭഗവതി മുഴുകി. ഇതിനിടെ മകരമാസത്തിലെ മകം നക്ഷത്രത്തിൽ ദക്ഷൻ വേദവല്ലി എന്ന ഭാര്യയോടും സഖാക്കളോടും ദേവന്മാരോടും മുനിമാരോടും കൂടി യമുനയിൽ സ്നാനത്തിനെത്തി. അന്നേരം ഈ സമയത്ത് തന്നെ യമുനയിൽ സ്നാനത്തിന് വേണ്ടി അല്ലെങ്കിൽ യമുനയിൽ വന്ന് കുളിച്ച് വേണ്ട അർഘ്യപാദാദികൾ അർപ്പിക്കാൻ വേണ്ടി ദക്ഷൻ അവിടെ എത്തുന്നു. അവിടെ വന്നപ്പോൾ അത്ഭുത ശംഖം ദർശിക്കാനിടയാണ്. അന്നേരം ആ ശംഖം അത്യാദരവോടെ എടുത്തപ്പോൾ ദക്ഷൻ്റെ കരുത്തിൽ ശംഖമല്ല, പിന്നീട് കാണപ്പെട്ടത് വിശാലാക്ഷിയും സർവാംഗ സുന്ദരിയുമായ ഒരു പെൺകുഞ്ഞിനെയാണ് കാണപ്പെട്ടത്. ശിവരൂപയായ മഹാഗൗരി തന്നെയാണ് ഈ പൈതലെന്ന് മനസ്സിലാക്കി ദക്ഷൻ അത്ഭുത പരതന്ത്രനായി. ആ കന്യകാരത്നത്തെ കൊണ്ടുവന്ന് പത്നിയുമായിട്ട് സ്നാനം പൂർത്തീകരിച്ച് അദ്ദേഹം വേദവല്ലി എന്ന തൻ്റെ പത്നിയുടെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു. വേദവല്ലിയാകട്ടെ അതീവ സന്തോഷത്തോടുകൂടെ കുട്ടിയെ മുകർന്ന് കണ്ണുകളിൽ ഒപ്പി അമൃതമയമായ മുലപ്പാലൂട്ടി. അനന്തരം പുത്രികളാലും സഖികളാലും ചുറ്റപ്പെട്ട ആ സതിയായ വേദവല്ലി ഹേ ബ്രാഹ്മണരെ തൻ്റെ ഗൃഹം പ്രാപിച്ചു. അങ്ങനെ വേദവല്ലിയുടെ കൈകളിൽ സതി എന്ന പേരിൽ മഹാദേവി കുഞ്ഞായിട്ട് തീർന്ന കഥയാണ് നമ്മളിവിടെ വിവരിച്ചത്. ഇപ്രകാരം ശ്രീ സ്കന്ദമഹാപുരാണത്തിലെ ശങ്കര സംഹിതയിൽ ശിവരഹസ്യഖണ്ഡത്തിലെ ദക്ഷകാണ്ഡത്തിലെ 5-ാം അധ്യായം ഇവിടെ സമാപിക്കുന്നു. അങ്ങനെ നമ്മൾ 2 വീഡിയോകളിലായിട്ടാണ് ഈ 5-ാം അധ്യായം വിശകലനം ചെയ്യുന്നത്. അങ്ങനെ സാക്ഷാൽ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ ദക്ഷന് ആരെ മകളായിട്ട് ലഭിക്കുന്നു? സാക്ഷാൽ മഹാദേവിയായിട്ടുള്ള ഗൗരിയെ സതി എന്ന രൂപത്തിൽ മകളായിട്ട് ലഭിക്കുന്ന ആ ഒരു കഥയാണ് നമ്മൾ പാരായണം ചെയ്തത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇത്തരത്തിലുള്ള പുരാണ ശ്രവണങ്ങളും പുരാണ വായനയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം വജത് ഭുവേ നമഃ. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.